റാലികൾ അടിയന്തരമായി നിർത്തണമെന്ന ടി.വി.കെയ്ക്ക് എതിരായ കേസ് മദ്രാസ് ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കരൂരിലെ പ്രദേശവാസി സെന്തിൽ കണ്ണനാണ് മധുര ബെഞ്ചിൽ ഹർജി നൽകിയത്. അവധി ദിവസമായിട്ടും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്താണ് വാദം കേൾക്കുന്നത്. അതേസമയം ആൾക്കൂട്ട ദുരന്തത്തിൽ അനുശോചിച്ച് നാളെ തമിഴ്നാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അഖില രവീന്ദ്രനാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. അഖില, ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടി.വി.കെയുടെ റാലിയിൽ മാത്രമാണോ ഈ റാലികൾ നിർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? ടി.വി.കെയുടെ റാലികളിൽ മാത്രമാണോ ബാധകമാകുക? കേസ് എപ്പോഴായിരിക്കും പരിഗണിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 4:30 ഈ ഹർജി പരിഗണിക്കുക. ടി.വി.കെയുടെ ഈ ദുരന്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഹർജിയുമായി വന്നിട്ടുള്ളത്. ഇത് കരൂർ സ്വദേശി തന്നെയാണ് ഈ ഹർജിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സെന്തിൽ കണ്ണൻ എന്നയാളാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ഇത് പരിഗണിക്കുക. അവധിക്കാല ബെഞ്ച് ജസ്റ്റിസ് എൻ സെന്തിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കാൻ പോകുന്നത്. പൊതുപരിപാടികളോ പൊതുയോഗങ്ങളോ ടി.വി.കെ നടത്തരുത്, അതിന് പോലീസ് അനുമതി നൽകരുത്, ആ അനുമതി നിഷേധിക്കണമെന്ന തരത്തിൽ ആണ് ഹർജി ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹർജി അവിടെ നിലനിൽക്കുകയാണ്. അതെന്തായാലും 4:30 പരിഗണിക്കുക. അതിലെന്തായിരിക്കും എടുക്കുന്ന തീരുമാനം എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് തന്നെ ഇനിയുള്ള റാലികളൊക്കെ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടി.വി.കെ. മുന്നോട്ടുള്ള ഒരു ഘട്ടം വരെയെങ്കിലും അത് നിർത്തണമെന്നുള്ളത് ഈ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടും എന്നുള്ള ഒരു സൂചനയുടെ പുറത്ത് തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് ടി.വി.കെ പോയിട്ടുണ്ടായിരുന്നതും. അതേസമയം നാമക്കലിൽ 4 ടി.വി.കെ പ്രവർത്തകർ ആശുപത്രിയിലായിട്ടുണ്ട്. ആ ആശുപത്രിയിലായവർക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് DMK MP കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ടുകളും കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ടി.വി.കെ. സമീപിച്ചിട്ടുണ്ട് അവർ. അത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല, അതിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകും എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായതോ CBI അന്വേഷണമോ വേണമെന്നാണ് ടി.വി.കെ ആവശ്യപ്പെടുന്നത്. അത് ആവശ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ അവർ സമീപിച്ചിട്ടുള്ളതും. അത് നാളെ ആയിരിക്കും പരിഗണിക്കുന്നുണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇത് മാത്രമല്ല, സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതലയുള്ള വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീശൻ തിരുച്ചിയിലെത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ അവരവിടെ എത്തും. സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്താനാണ് തീരുമാനം എന്നത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വിജയുടെ വീട്ടിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിക്കിടെ തന്നെ ആംബുലൻസുകൾക്കെതിരെ അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ടി.വി.കെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടായിട്ടുണ്ട്. 1, 2, 3, 4 ആംബുലൻസുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന തരത്തിലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തിരക്കിൽപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് മുൻപ് തന്നെ കല്ലേറും ലാത്തിചാർജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ലാത്തിചാർജ് എല്ലാം. അതുകൊണ്ട് തന്നെ ഇതിൽ DMKയുടെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ആ സാധ്യത കൂടി ടി.വി.കെ പ്രവർത്തകർ ആരോപിക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിൽ എന്തായാലും നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അത് തമിഴ്നാട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മരിച്ചവർക്ക് അനുശോചനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹർത്താലിനാണ് നാളെ തുടക്കമാകുന്നത്. ഒപ്പം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം കൂടി നമ്മൾ ഈ തൊട്ടുമുമ്പ് കണ്ടിരുന്നു. അവിടെ പൂർണ്ണമായും പോലീസിന്റെ ഭാഗത്ത് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിച്ച പിഴവ് ടി.വി.കെയുടെ ഭാഗത്ത് നിന്നാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്ന് തോന്നുന്നു, അല്ലേ? അതെ, ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നത് ആവർത്തിക്കുകയായിരുന്നു അവർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസിനെതിരെ ടി.വി.കെ മാത്രമല്ല മറ്റ് കക്ഷികൾ കൂടി AAI-DMK അടക്കമുള്ളവർ കൂടി വരുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 10,000 പേർക്ക് പങ്കെടുക്കേണ്ട പരിപാടിയിൽ ഇത്രയധികം പേർ എത്തുന്നു, അത് മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങളൊന്നും ഏകോപിപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ടി.വി.കെക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം എന്തെന്ന് വെച്ചാൽ ഒരു പൊതുവിടത്ത് പരിപാടി നടത്താൻ ടി.വി.കെ പ്രവർത്തകർ സന്നദ്ധരായിരുന്നില്ല, അതിനവർ തയ്യാറായില്ല എന്ന തരത്തിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായാണ് ടി.വി.കെ ധനസഹായം പ്രഖ്യാപിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് 20 ലക്ഷം രൂപയാണ് മരിച്ചവരുടെ കുടുംബത്തിന്, 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് നൽകുന്നുണ്ട്. ആദ്യം സഹായം പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരാണ്. 10,000 രൂപയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 50,000 രൂപയും പരിക്കേറ്റവർക്കും 2 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ആയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ധനസഹായം അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ അനുശോചനം അർപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ പര്യടനം വിജയ് താത്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ പര്യടനത്തിന് വിഭിന്നമാകുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അത്
നിർത്തിയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലും കൂടിയാണ് അത് താത്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കോടതി നാളെ 30-ന് പരിഗണിക്കും. എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് ഇനി തീർച്ചയായും കോടതിയിൽ ആ കേസ് പരിഗണിക്കുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് പോകാം. അഖില രവീന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.